നായികയായ ആദ്യ സിനിമ സൂപ്പർ ഫ്ലോപ്പ്. ബഹുഭാഷാ ചിത്രമായി തുടങ്ങിയ രണ്ടാം സിനിമ പകുതിക്ക് മുടങ്ങുകയും ചെയ്തു. പുതുമുഖങ്ങൾ മാത്രമുള്ള മൂന്നാം സിനിമയിൽ കിട്ടിയത് വെറും 2 പാട്ടുകൾ. ഒരു നായികയുടെ കരിയർ തീരുമാനമാകാൻ വേറെന്തു വേണം? അത്തരം നടപ്പുശീലം പക്ഷേ ഗോപികയുടെ കാര്യത്തിൽ മലക്കം മറിഞ്ഞു. നിർഭാഗ്യത്തെ ഭാഗ്യമാക്കി, ഭാഗ്യത്തെ മഹാഭാഗ്യമാക്കി ഫീനിക്സ് പക്ഷിയായി മലയാള സിനിമയുടെ തലപ്പൊക്കത്തിൽ പറന്ന ഗോപികയെക്കുറിച്ചൊരു വീഡിയോ എങ്ങനെ ചെയ്യാതിരിക്കും? ഗേളി എന്ന തൃശൂർക്കാരിയുടെ മുമ്പിൽ സിനിമയുടെ ഉന്മത്ത വഴി തുറക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ. സ്കൂളിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ അന്നവൾ മിസ് സെന്റ് റാഫേലായി. തൊട്ടടുത്ത മാസം തൃശൂരിൽ നടന്ന മത്സരത്തിൽ മിസ് തൃശൂർ. അന്നവിടെ വിധികർത്താവായി എത്തിയ ഫോട്ടോഗ്രാഫർ താഹ ഗേളിയുടെ കുറച്ച് സ്റ്റില്ലുകൾ എടുത്തു. ആ ഫോട്ടോകളിൽ ഒന്ന് വനിതയുടെ കവർ പേജായി അച്ചടിച്ചു വന്നു. അത് കണ്ടിട്ടാണ് സംവിധായകൻ തുളസീദാസ് പ്രണയമണിത്തൂവലിലെ മീരയായി ഗേളിയെ ക്ഷണിക്കുന്നത്. ഗേളി ആൻഡോയെ ഗോപികയാക്കുന്നതും ആ സിനിമയുടെ സെറ്റിൽ വെച്ച് തുളസീദാസ്. സിനിമയിലെ നായകൻ വിനീത് കുമാറിനോട് ബസ്സിൽ വെച്ച് ഒരു ഫോട്ടോ തരുമോ എന്ന് ചോദിക്കുന്നതായിരുന്നു പ്രണയമണിത്തൂവലിലെ ഗോപികയുടെ ആദ്യ സീൻ. 2002 പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഡിസാസ്റ്ററുകളിൽ ഒന്നായി. തൊട്ടടുത്ത വർഷം മക്കൾ മഹാത്മ്യം പോൾസൺ ഒരുക്കിയ ആരാധ്യം പറയുമിൽ ഗംഗ എന്ന നർത്തകിയുടെ റോളിൽ ഗോപിക അഭിനയിച്ചു തുടങ്ങിയെങ്കിലും അധികം വൈകാതെ ആ സിനിമയുടെ ഷൂട്ടിംഗ് നിലച്ചു. ഓട്ടോഗ്രാഫ് ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ തേടി ആലപ്പുഴയിലെത്തിയ ചേരൻ ഫാസിലിന്റെ അസോസിയേറ്റ് കബീറിനോട് തനിക്കൊരു മലയാളി നായികയെ വേണമെന്നറിയിച്ചു. അന്ന് കബീർ അദ്ദേഹത്തിന് നൽകിയ ഫോട്ടോകളിൽ ഒന്ന് ഗോപികയുടേതായിരുന്നു. പ്രണയമണിത്തൂവൽ കൂടി കണ്ടതോടെ ചേരന് ഗോപികയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ലതിക എന്ന കൾട്ട് വേഷം നടിയിലേക്ക് എത്തുന്നത്. ഇതേ കാലം ജയരാജും ഫോർ ദി പീപ്പിളിലെ ഉപനായികയായി ഗോപികയെ തെരഞ്ഞെടുത്തു. ലജ്ജാവതിയും അന്നക്കിളിയും കേരളത്തിൽ തീർത്ത തരംഗത്തിനിടയിൽ തന്നെ അഭിനയ പ്രാധാന്യമുള്ള ഓട്ടോഗ്രാഫ് കൂടി റിലീസായതോടെ ഇമചിമ്മും വേഗതയിൽ ഗോപികയ്ക്ക് ഇവിടെ താരമൂല്യവുമായി. ലതികയെ ഇഷ്ടപ്പെട്ട VM വിനു വേഷത്തിലെ സെക്കൻഡ് ഹീറോയിനായി ഇന്ദ്രജിത്തിന്റെ പേരായി ഗോപികയെ കാസ്റ്റ് ചെയ്തു. മിന്നലെ മിന്നലെ താഴെ വരൂ, കേൾക്കാത്തൊരു സംഗീതം ഗോപികയുടെ റോളും പാട്ടുകളും വേഷം കണ്ടവരുടെ മനസ്സ് കവർന്നു. അങ്ങനെ 2 സൂപ്പർ ഹിറ്റുകളിലൂടെ 2004 ഗോപികയുടെ താരവർഷമായി തീർന്നു. കേൾക്കാത്തൊരു സംഗീതം, കേൾക്കുന്നൊരു സന്തോഷം. 2005 പക്ഷേ ഫിംഗർ പ്രിന്റിലെ ഗീതുവിലൂടെയുള്ള ഗോപികയുടെ തുടക്കം പിഴച്ചു. ഇന്ദ്രജിത്തും ജയറാമുമായിരുന്നു നടിയുടെ നായകന്മാർ. ഇതേ വർഷം ഓണത്തിന് പക്ഷേ ചാന്തുപൊട്ടിലെ രാധയുടെ മാലുവായി നടി ഹിറ്റടിച്ചു. ഗോപികയുടെ ജനപ്രീതി ഉയരങ്ങളിൽ എത്തിച്ച ചാന്തുപൊട്ട് നടിയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് ചോയ്സായി മാറി. ഓണത്തിന് തന്നെ പുറത്തിറങ്ങിയ നേരറിയാൻ CBIയും ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയതോടെ ഗോപിക സമം ഭാഗ്യനായിക എന്നൊരു സമവാക്യം തന്നെ ഇവിടെ രൂപം കൊണ്ടു. ഇതേ വർഷം ക്രിസ്മസിന് പുറത്തിറങ്ങിയ ദി ടൈഗറിലെ ജേർണലിസ്റ്റ് സുഹറയും നടിയുടെ മികവുറ്റ കഥാപാത്രങ്ങളിലൊന്ന്. കനാക്കണ്ടേനിലെ അർച്ചനയിലൂടെ തികഞ്ഞൊരു പ്രൊഫഷണൽ നായികയാണെന്ന് തെളിയിച്ച ഗോപിക 2006 പക്ഷേ കൂടുതലും മലയാളത്തിലാണ് ഫോക്കസ് ചെയ്തത്. സുരേഷ് ഗോപിയുടെ നായികയായി ജോഷിയുടെ ജന്മം, നിമ്മിയായി കമലിന്റെ പച്ചക്കുതിരയിൽ ദിലീപിന്റെ നായിക, ഷാജി കൈലാസിന്റെ ദി ഡോണിൽ പിന്നെയും ദിലീപിന്റെ പെയർ. ജന്മത്തിന്റെ ഷൂട്ടിംഗ് അകാരണമായി മുടങ്ങിയതും പച്ചക്കുതിരയും ഡോണും ദിലീപിന്റെ കരിയറിലെ തന്നെ വൻ പരാജയങ്ങളായി വിലയിരുത്തപ്പെട്ടതും ഗോപികയ്ക്ക് ആ വർഷം ക്ഷീണമായി. അതേസമയം കീർത്തിചക്രയിലെ സന്ധ്യയിലൂടെ നടി വീണ്ടും സൂപ്പർ ഹിറ്റിന്റെ വിജയച്ചേരുവയായി. പോത്തൻവാവയിലെ ഗ്ലാഡിസിലൂടെ മമ്മൂട്ടിക്ക് ഏറ്റവും ആപ്റ്റായ യുവനായിക എന്ന പേരും നേടിയെടുക്കാൻ 2006 ഗോപികയ്ക്ക് കഴിഞ്ഞു. സൂപ്പർ ഹിറ്റ് മൂവി മായാവിയിലെ ഇന്ദുവാണ് 2007 ഗോപികയുടെ സമ്പാദ്യം. പക്ക കമേഴ്ഷ്യൽ മൂവിയെങ്കിലും മമ്മൂട്ടിക്കൊപ്പമുള്ള മത്സരാഭിനയം കൊണ്ടും മുറ്റത്തെ മുല്ല എന്ന എവർഗ്രീൻ സോങ് കൊണ്ടും ഗോപിക മായാവിയുടെ വിജയം തന്റേത് കൂടിയാക്കി. ആദ്യമായി മോഹൻലാലിന്റെ നായികയായ അലിഭായ് പക്ഷേ 2007 നടിക്ക് സൗഭാഗ്യങ്ങളൊന്നും നൽകിയില്ല. ജയസൂര്യയുടെ പേരായ സ്മാർട്ട് സിറ്റി, നായിക പ്രാധാന്യമുള്ള നഗരം എന്നീ ചിത്രങ്ങളും ഇതേ വർഷം ഗോപികയുടേതായി പുറത്തു വന്നു. അണ്ണൻ തമ്പിയിലും 2020യിലും മമ്മൂട്ടിയുടെ പേരായി 2008 വിജയം ആവർത്തിച്ച ഗോപികയുടെ
കരിയർ ബെസ്റ്റ് പുറത്തിറങ്ങുന്നതും ഇതേ വർഷം. അക്കാലം വെറുതെ ഒരു ഭാര്യയും ബിന്ദുവും ഉണ്ടാക്കിയ തരംഗം അത്ര ചെറുതൊന്നുമല്ല. സൂപ്പർ ഹിറ്റായ ചിത്രം ഗോപികയുടെ സ്റ്റാർ വാല്യൂ ഉയർത്തിയെങ്കിലും തുടർന്ന് അഭിനയിക്കാതെ അജലേഷിന്റെ ഭാര്യയായി കുടുംബജീവിതത്തിന്റെ തിരക്കിലേക്ക് നടി ഊളിയിട്ടു. 2009 സൊല്ലയിൽ ദിലീപിന്റെ നായികയായി തിരിച്ചു വന്ന ഗോപിക 2013 ഭാര്യ അത്ര പോരായാലും വീണ്ടും പ്രേക്ഷകരെ തേടിയെത്തി.